ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ 10 കണക്കിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് സൈലം വന്നിരിക്കുകയാണ്. സൈലം കൊമേഴ്സ് വന്നിരിക്കുകയാണ് മക്കളെ. സൈലത്തിന്റെ കൊമേഴ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീ റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം, അതിന് എന്തൊക്കെ അറിയണം സാറേ, ഇത് പെട്ടെന്ന് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ സാറേ അത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പലരും പല കമന്റ്സുകളും ചോദിച്ചിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുകയാണ് മക്കളെ, റീ റൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് വൈൽ ലൂപ്പ്. മക്കളെ എന്താണ്, ഒരു ഈ താഴെ നിന്നിരിക്കുന്ന കോഡ് എന്താണ്, ഫോർ ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിലോട്ട് കൺവെർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനാദ്യം എന്തറിയണം? ആദ്യം അറിയേണ്ടത് ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിന്റെയും സിന്റാക്സ് അറിയണം. ഓക്കെ, ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് നമുക്ക് സാറ് പറയുകയാണ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ജനറൽ ഫോം സാറ് പറയുകയാണ്. ഫോർ ഇനിഷ്യലൈസേഷൻ കൂടെ പഠിക്കണേ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, then updation statement, then body of loop, curly brace ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഫോർ ലൂപ്പിന്റെ ആണ്. അങ്ങനെ വൈൽ ലൂപ്പിന്റെ എന്തുമായിരിക്കണം മക്കളെ? വൈൽ ലൂപ്പ് എന്ന് പറയുന്നില്ല, വൈൽ ലൂപ്പ് വളരെ സിമ്പിൾ ആണ്. എന്തുമായിരിക്കും? ഇനിഷ്യലൈസേഷൻ curly brace അല്ല, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, curly brace ഓപ്പൺ ചെയ്തു, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കേടാ, സെറ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഇനിഷ്യലൈസേഷൻ ആണ് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കുക. ഇവിടെ എന്താണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്, അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് അപ്ഡേഷൻ, അത് ഇവിടെ കൊടുക്കുക. ദെൻ പിന്നെ ഇവിടെ എന്താണ് ബോഡി ഓഫ് ലൂപ്പ്, അതവിടെ കൊടുക്കുക. അതായത് ഈക്വലിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഐറ്റത്തിനെ അതാത് സ്ഥലത്ത് വെക്കുക. ഓക്കെ, ആ ഒരു പരിപാടികളുണ്ട്. ഇവിടെ വെക്കാം. ഇവിടെ i = 0 നമുക്ക് ഇനിഷ്യലൈസേഷൻ അല്ലയോ, ഇനിഷ്യലൈസേഷൻ. സോ എന്ത് എഴുതാം? സാർ എഴുതുവാണ് i = 0 ഇനിഷ്യലൈസേഷൻ. ഓക്കെ, ഞാൻ ഇതെടുത്ത് ഇവിടെ എഴുതി, ഇവിടെ എഴുതി. ഓക്കെ, ദെൻ അടുത്ത എന്തുവാടാ, അടുത്ത i <5 ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലയോ. അപ്പോൾ എവിടെ കൊടുക്കാം? വൈലിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ല, അത് തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ തന്നെയാണെങ്കിൽ അതേപോലെ എഴുതി വെക്കണ്ട. ദെൻ i < 5. curly brace ഓപ്പൺ ചെയ്തു. എന്താടാ ബോഡി ഓഫ് ലൂപ്പ് എന്താ നമുക്ക് അതിനകത്ത്? സി ഔട്ട് ഐ അല്ലയോ, സി ഔട്ട് ഐ. ദെൻ അടുത്ത എന്തുവാടാ, അടുത്ത അപ്ഡേഷൻ മക്കളെ, അപ്ഡേഷൻ അതിനകത്ത് എന്തുവാടാ, i++ അല്ലയോ. അപ്പൊ i++, curly brace ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാം. നമുക്ക് ഇതുപോലെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ജസ്റ്റ് നിങ്ങൾ സിൻടാക്സ് അറിഞ്ഞാൽ മാത്രം മതിയല്ല. നിങ്ങൾ ഈ വൈല്, ഫോർ, ഡു വൈൽ, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ് ഫിലാഡർ സ്വിച്ചിന്റെ ഒക്കെ സിൻടാക്സ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 5 മാർക്കിന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഷുവറായിട്ടുള്ളതാണ് ഈ ഐറ്റംസ് ഒക്കെ പഠിച്ചിരിക്കും കേട്ടോ. നമ്മുടെ +2 ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഐറ്റം തന്നെ എന്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഐറ്റം പഠിച്ചിരിക്കണം, സെറ്റായിട്ട് പഠിച്ചിരിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, കൂടുതൽ വീഡിയോസിന് എന്ത് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ +1+ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണ്, നമുക്കിതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കഷൻ അവിടെയുണ്ട്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് +2 വേണ്ട കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. മാക്സിമം തന്നെ നിങ്ങളെല്ലാം യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അവിടെ കാണാം. പിന്നെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.